ഹായ് മക്കൾസ്, 6ാം ക്ലാസ്സിൽ നിന്ന് 7ലേക്ക് എത്തിയില്ലേ? ഇനി കുറച്ചുകൂടി ഇങ്ങനെ വലിയ വലിയ കുട്ടികളായി, പ്രത്യേകിച്ച് നിങ്ങൾ ആ സ്കൂളത്തെ ചിലപ്പോൾ യു പി സ്കൂൾ മാത്രമുള്ള സ്കൂളാണെങ്കിൽ ആ സ്കൂളത്തെ സീനിയേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളെ വിളിക്കാം അല്ലേ. അതായത് എന്ത് കാര്യത്തിനും നിങ്ങളോടായിരിക്കും ടീച്ചേഴ്സ് പറയുക. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ കഞ്ഞി വെക്കുന്ന ഭാഗമൊക്കെ ഈ കിച്ചൺ ആ ഭാഗത്തേക്കൊക്കെ എന്തിനെങ്കിലും ഇപ്പോൾ ചകിരിടാൻ, വിറകെടുക്കാൻ, അല്ലെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളായിരിക്കും അവിടുത്തെ മെയിൻ. ഇനി എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് അവിടുത്തെ മെയിൻ അല്ലേ. അവിടുത്തെ കില്ലാടികൾ നമ്മുടെ മക്കളാണ്. അപ്പോൾ കില്ലാടികളാവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും, സോഷ്യൽ സയൻസിൽ എന്താണ് പഠിക്കാനുള്ളത്? കുറേ പഠിക്കാനുണ്ടാവും മക്കൾ. ഒന്നാമത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. പേടിപ്പിക്കുന്നതല്ല, തുടക്കം മുതലേ നമ്മളെ കൂടെ കൂടിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് തുടക്കം മുതലേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മക്കൾക്ക് കൃത്യമായിട്ട്, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ മതി സയദ് സാറും ടീമൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. ആ സിലബസ് ഒന്ന് നമുക്കൊന്ന് കവർ ചെയ്യാം. കഴിഞ്ഞ വർഷമാണല്ലോ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് മാറിയത്, അപ്പോൾ വലിയ ധാരണ നിങ്ങൾക്കും ആയിട്ടുണ്ടാവില്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് 12 ചാപ്റ്ററാണ് നമുക്കുള്ളത്. 12 ചാപ്റ്റർ അടങ്ങുന്ന സോഷ്യൽ സയൻസ്. അയ്യോ, 12 ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണെന്ന് വെച്ചാൽ ചിലതൊക്കെ വലിയ ചാപ്റ്റർ. നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ എന്നാണ്, മധ്യകാല ഇന്ത്യ. അതാണ് നമ്മളെന്ത്, ആ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെയായിരുന്നു, എന്താണ് ഈ മിഡീവൽ എന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ആ സമയത്തുള്ള കൃഷി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നോ, ആ സമയത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് കാര്യങ്ങൾ. രണ്ടാമത്തെ വരുമ്പോൾ ആ മിഡീവൽ ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്ന കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. അതായത് സൂഫിസം എന്നൊക്കെ പറഞ്ഞില്ലേ, ഭക്തി മൂവ്മെൻറ്റ്, അങ്ങനത്തെ ഓരോ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. ഷെയ്ഖ് മുരീദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കാങ്കാവ്, അങ്ങനെയൊക്കെ കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക്, കുറച്ച് പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട്. ഈ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ് എന്നുള്ളത്, അതായത് ഭരണഘടനയെ പറ്റി പഠിക്കുന്നതാണ് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയും. ഭരണഘടന അറിയാമല്ലോ, BR അംബേദ്കർ ഉണ്ടാക്കിയതാണ്. അതുണ്ടെങ്കിലാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഏത് മതത്തിൽ വിശ്വസിക്കണം, വിശ്വസിക്കാതിരിക്കണം, എവിടെ പഠിക്കണം, പഠിക്കാതിരിക്കണം, പത്ര സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളിങ്ങനെ ചില സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 19. കോടതിയിലൊക്കെ മെയിനായിട്ട് ഭരണഘടനയാണ് പറയാം. അതിനെപ്പറ്റി പഠിക്കാൻ നമുക്ക് കോടതിയിലൊക്കെ പോകാനുള്ളല്ലേ ഭാവിയിൽ. ഓക്കെ, അതായത് പിന്നെ നാലാമത്തെ ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അതായത് ഒരു കൂട്ടം ടീമുകൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വേറിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കെന്തില്ല, അനീതിയിലൂടെയാണ്. അതായത് ചില വിഭാഗങ്ങൾ ആരൊക്കെയാണ്, ഇപ്പോൾ സ്ത്രീകൾ എടുത്ത് പറയാം, വുമൻസ് എടുത്ത് പറയാം. ഈ സ്ത്രീകൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മാർജിനലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് മാറ്റി നിർത്തപ്പെടുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, പെൺകുട്ടികളാവുമ്പോൾ നിങ്ങളോട് എന്താ പറയുക വീട്ടുകാർ? ശരിക്കും അങ്ങനെ ഒന്നുമില്ല, പക്ഷേ എന്നാൽ പോലും നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പെൺകുട്ടികളാവുമ്പോൾ നമ്മളോട് പറയുന്നത് രാത്രി 12 മണിക്ക് നിങ്ങളോട് ഇറങ്ങാൻ പറയുമോ? വീട്ടിൽ നിന്ന് സമ്മതിക്കുമോ? സമ്മതം കിട്ടുമോ? അങ്ങനെ ഇല്ല, കിട്ടൂല. എന്താ പറയുക, പെൺകുട്ടികളാണ് അല്ലേ. അങ്ങനെ ഇപ്പം ഞാനൊക്കെ ചെറുതായി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ, ഇപ്പോൾ എൻ്റെ അനിയത്തിന് ചിലപ്പോൾ വീട്ടിലൊക്കെ ചോദിക്കുമ്പോൾ പറയല് കുറച്ചും കൂടി വലുതായിട്ട് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോവാം, നേരത്തെ എത്തണം, 5 മണിയാകുമ്പോഴേക്ക് കണ്ടില്ലെങ്കിൽ വിളി തുടങ്ങും. സ്വാഭാവികമാണ്, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ പോകണം. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ അനീതികൾ നേരിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ, ഇപ്പോൾ നമുക്കറിയാലോ ട്രാൻസ്ജെൻഡർ, ലിംഗ വിവേചനത്തിൻ്റെ അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററാണ് അവർ എർത്ത് എന്ന് പറയും, നമ്മുടെ ഭൂമിയെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. 7ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി. അതായത് പല ടൈപ്പ് നമ്മളുണ്ട് അഗ്രികൾച്ചറൽ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ 2-3 കൃഷി ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. ഒരു സ്ഥലം നമ്മളെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട്, അതായത് കച്ചവടമൊന്നുമല്ല, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലതുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രീൻ റവല്യൂഷൻ, MS സ്വാമിനാഥൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല. 8ാമത്തെ ചാപ്റ്ററാണ് പവർ ടു പീപ്പിൾ, അധികാരം ജനങ്ങൾക്ക് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്റർ മാപ്പ് ആൻഡ് ടെക്നോളജി, മാപ്പിനെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഇനി പിന്നെ ബജറ്റ്, അതായത് വികസനം. നമുക്ക് ബജറ്റുകളുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ ആവട്ടെ, കേരളമാവട്ടെ, അതിനൊരു ബജറ്റ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ നമുക്ക് വരുമാനം കൂടുതലാവാം, ചിലപ്പോൾ ചിലവ് കുറവായിരിക്കാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബജറ്റിനെ പറ്റി പഠിപ്പിക്കുന്നതാണ് 10ാമത്തെ ചാപ്റ്റർ. 11ാമത്തെ ചാപ്റ്റർ എഗെയിൻസ്റ്റ് ദി ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, വിവേചനം. വിവേചനത്തിനെതിരായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ ചാപ്റ്റർ. ലാസ്റ്റ് ചാപ്റ്റർ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി, അതായത് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന് പറയും. അതായത് എന്തിങ്ങനെയാണ് ചരിത്രം നമ്മൾ പഠിക്കുന്നത്, ചരിത്രത്തിന് എന്തൊക്കെ വഴികളുണ്ട്. ഇപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടായിരിക്കും. ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, പണ്ട് 1950 ഇവിടെ ഇങ്ങനെ ഗുഹകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അത് പറഞ്ഞു കേട്ടാണ്. ചിലപ്പോൾ ബുക്കിലൂടെ ആയിരിക്കും, ഇങ്ങനെ പലതും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററി വരുന്നത്, എങ്ങനെയാണ് ഈ ചരിത്രം വരുന്നത്, അതൊക്കെയാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ള സംഭവം. ഇനി ഓരോ ചാപ്റ്ററിലും
എന്താണ് പഠിക്കുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വീഡിയോസിലൂടെ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. നിങ്ങൾ കൂടെ കൂടിയാൽ മതി മക്കളെ, സെറ്റാക്കാം, നമുക്ക് അടിപൊളിയാക്കണം ഇക്കൊല്ലം 7ാം ക്ലാസ് നിങ്ങൾ USSൻ്റെ കുട്ടികളും കൂടിയാണ് നിങ്ങളില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരും. നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ കൂടിയോ, സെറ്റാക്കാം. ഹാപ്പി.